നേപ്പാളിൽ ഇപ്പോൾ ജെൻ സിയുടെ തീ ആളിപ്പടരുകയാണ്. ജെൻ സി എന്ന് പറയുമ്പം പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കും. നമുക്കതായത് ഈ 1996-ലും 2010-നും ഇടയ്ക്ക് ജനിച്ച ഒരു തലമുറയാണ് ജെൻ സി എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നത് ഇവരെയാണ്. അപ്പോൾ ഈ ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ, അപ്പോൾ അവരാണ് ഈ ഒരു നേപ്പാളിൽ ഇത്തരത്തിലൊരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത്. അതായത് അവിടുത്തെ ഭരണകൂടം 26ഓളം സാമൂഹ്യ മാധ്യമങ്ങൾ ഒറ്റ രാത്രിയിൽ ബാൻ ചെയ്യുകയായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത് നിരോധിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല, ആധുനിക സമൂഹത്തിലൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല മാധ്യമങ്ങൾ നിരോധിക്കുക അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 26 മാധ്യമങ്ങളിലെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ഉൾപ്പെടും. ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ എല്ലാം തന്നെ അതിനകത്ത് വരും, ഇൻസ്റ്റാഗ്രാം എല്ലാം വരും. അപ്പോൾ ഇതിനെ തുടർന്ന് അവിടുത്തെ ഭരണാധികാരികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയാണ്. അതായത് ജെൻ സി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രക്ഷോഭം. അത് നമ്മൾ വിചാരിക്കും ഒരു ചെറിയ ഒരു പ്രക്ഷോഭമാണെന്നല്ല, അത് അവർക്ക് അവരുടെ സുരക്ഷാ സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ 19 പേര് മരിച്ചിട്ടുണ്ട്. ഇത് അർദ്ധരാത്രി അങ്ങനെ അടിയന്തരമായിട്ട് ഒരു മന്ത്രിസഭ കൂടി ഇത് നിരോധനം പിൻവലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് ഇത്തരത്തിലേക്കുള്ളൊരു പ്രക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? അത് മാത്രമല്ല, ഇവരെന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഭരണകൂടം ഇത് മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ? അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും സാറിൻ്റെ നിരീക്ഷണത്തിൽ? ഇതൊക്കെ എന്തോന്ന് വിജയ്, വെറും ചീള് കേസാണ്. പണ്ട് ടിയാൻമെൻ സ്ക്വയറിൽ എത്ര പേരാണ് മരിച്ചത്? 100-ലധികം യുവാക്കളാണ് കൊല്ലപ്പെട്ടത്. ഷിപ്പിങ് റെഡ് ക്യാപിറ്റലിസം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങി, അല്ലെങ്കിൽ യുവാക്കളെ സമരരംഗത്തിറക്കി വിട്ടു. സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ യാതൊരു ദയവും കാണിച്ചില്ല, വെടിവെച്ചു. ബാക്കിയുള്ളതിൻ്റെ പുറത്തൂടെ ടാങ്കുകൾ കയറ്റി ഇറക്കി, അത് അസ്തമിച്ചു. അതുകൊണ്ട് ചൈന ഇപ്പോൾ ലോകത്തിലെ ഒരു വിലപേശൽ ശക്തിയായിട്ട് ഉയർന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഷിപ്പിംഗ് കൊണ്ടുവന്ന റെഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന മാറ്റമാണ് ആധുനിക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചൈനയ്ക്ക് അടിസ്ഥാനമിട്ടത്. അപ്പം ഈ പറയുന്ന സംഭവം, അതായത് വിദ്യാർത്ഥികളെ, യുവാക്കളെ ഒക്കെ ഉപയോഗിച്ച് ഡീസ്റ്റെബിലൈസേഷന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇത് അതിനൊരു കാരണം എന്നുള്ളതൊക്കെ ഇത് എടുക്കാൻ പറ്റുകയുള്ളൂ. സോഷ്യൽ മീഡിയ നിരോധിച്ചു എന്ന് പറയുന്ന ഒരു കാരണം, അത് ഏറ്റുമുട്ടലിന് ഗവൺമെന്റും അവർക്ക് ഇൻപുട്ട് കൊടുത്ത ഏജൻസി, അതായത് ഇങ്ങനെ ഒരു അജിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇൻപുട്ട് എന്തായാലും ഗവൺമെന്റിന് അറിയായിരിക്കും. അപ്പൊ ആ ഇൻപുട്ട് അനുസരിച്ചിട്ട് യുവാക്കള്, അല്ലെങ്കിൽ 96-2010 ജനറേഷൻ സമരം ചെയ്യും, അവരെ വെടിവെക്കും, കൊല്ലും എന്നൊക്കെ ഉള്ളത് ആ ഗവൺമെന്റ് തീരുമാനിച്ച കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തരം സംഭവങ്ങൾ ഇപ്പം നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ, ബംഗ്ലാദേശ് ഇതുപോലെ ഒരെണ്ണം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടുത്തെ തോമസ് ഐസക് സാറ് ആകപ്പാടെ ഇടങ്ങേറിലായി കിടക്കുകയാണെന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമായി, ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു, ചൈന മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പാകിസ്ഥാൻ വളരെ കാലമായിട്ട് ഇത്തരം അജിറ്റേഷനുകളുടെ ഒരു കേന്ദ്രമാണ്. സിലോണിലുണ്ടായിരുന്നു. പിന്നീട് വളരെ വാശി പിടിച്ച് നമ്മുടെ മാലദ്വീപിലെ പ്രസിഡന്റ് മസിലൊക്കെ പെരുപ്പിച്ച് കാണിച്ചിട്ട് അവസാനം അദ്ദേഹവും പിൻവാങ്ങി. അപ്പം ഇതിനെ അതായത് ഇന്ത്യയിൽ നിന്നോ നമ്മൾ കാണുമ്പോൾ എടുക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്റ്റേബിൾ ആകാൻ തുടങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് നേരെ ഇത്തരം അജിറ്റേഷനുകൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഒരു സമരവും ചില്ലറ മുടക്കാതെ നടക്കുകയില്ല ലോകത്തൊരിടത്തും. അപ്പൊ ഇതിന് ചില്ലറ വരുന്നുണ്ട്, അതിനുള്ള കാശ് എവിടുന്നോ എത്തുന്നുണ്ട്, കാശ് കൊടുക്കുന്ന ഏജൻസികൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു
നിലവിലുള്ള ഗവൺമെന്റുകളെ ഡീസ്റ്റബിലൈസ് ചെയ്യുക. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ജനാധിപത്യ വാണ് ഇവിടുത്തെ ഒരു എന്താണ് റോളിംഗ് വീൽ. അതായത് ഇന്ത്യയിൽ ജനാധിപത്യം ഇങ്ങനെ മാറി മാറി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഗവൺമെന്റിനെ പുറത്താക്കുക, പുറത്താക്കാൻ ജനാധിപത്യ രീതിയിൽ പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതിന് അവർ ഓരോരോ ഏരിയകൾ കണ്ടുപിടിക്കും. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവിനെ മുൻനിർത്തിയിട്ട് ബീഹാറിലെ വോട്ട് ചോരി എന്ന് പറഞ്ഞ ഇഷ്യൂ, അതിന്റെ സാങ്കേതികത്വം ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു പാവം മെമ്പർ ഓഫ് പാർലമെന്റ് ചെയ്ത ഒരു സമരമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശേഷം അത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വിഷയത്തില് ഇന്ത്യയിൽ രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടാകാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്രയും പരിഗണന അതിന് കൊടുക്കുന്നുള്ളൂ. അദ്ദേഹം സൈക്കിൾ യാത്രയും മോട്ടോർ സൈക്കിൾ യാത്രയും പെങ്ങളെ കയറ്റി വെച്ചുള്ള ടൂറിസ്റ്റ് യാത്രയൊക്കെ നടത്തി അത് അവസാനിപ്പിച്ചു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പിറന്നോട്ട് പോയി കഴിഞ്ഞാൽ 2019-20 തോന്നുന്നു, മറ്റേ അഗ്രികൾച്ചർ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള മോഡി ഗവൺമെന്റിനെ ഡിസ്റ്റബിലൈസ് ചെയ്യാമോ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അകത്ത് കൊള്ളിവെക്കാമോ എന്നൊക്കെ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുത്തിട്ട്, അതായത് കർഷകർക്ക് ഗുണമുണ്ടാകുമായിരുന്നെങ്കിൽ പോലും ആ ബില്ല് പിൻവലിച്ചു. ഇപ്പോൾ അതിലെ കർഷകർക്കൊക്കെ അതിയായ ഇച്ഛാഭംഗമുണ്ട് ആ ബില്ല് പിൻവലിക്കപ്പെട്ടു പോയതില്. അതിന്റെ സമരം നടത്തിയവർക്ക് മാത്രമേ, അവർക്കും ഇച്ഛാഭംഗമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് പ്രസ് ചെയ്തില്ല സർക്കാർ. ബില്ല് പ്രസ് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പം അവരുടെ മുനി ഒഴിഞ്ഞുപോയി. കർഷകർക്കാണ് ഏറ്റവും കനത്ത നഷ്ടം ഉണ്ടായത്. അതിനുശേഷം നമ്മൾ CAA ചരിത്രം കണ്ടു. CAA, അതായത് സിറ്റിസൺ അമെൻമെന്റ് ആക്ട്. അതിനെതിരെ എന്തൊക്കെ ബഹളമായിരുന്നു. അതിൽ കുറെ പേർക്ക് നേരെ ഗവൺമെന്റ് സർക്കാർ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ബില്ലുമായിട്ട് മുന്നോട്ട് പോവുകയും അത് നടപ്പാക്കാൻ പറ്റുകയും ചെയ്തു. ഇന്ത്യയിലെ ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം തന്നെ കേരള ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് തന്നെ CAA സ്പിരിറ്റ് ആൻഡ് ബോഡി ഇന്ത്യയിൽ എഫക്റ്റിൽ വന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു അജിറ്റേഷൻ, നമ്മൾ എന്തുകൊണ്ട് നേപ്പാളിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം. നേപ്പാളിലെ സംഭവവികാസങ്ങൾ, ബംഗാളിലെ സംഭവവികാസങ്ങൾ, ഭൂട്ടാനൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഹാർട്ട് പോലെ തന്നെ നമ്മൾ കരുതുന്ന പ്രദേശങ്ങളാണ്. ഇന്ത്യയിൽ പറ്റാത്ത കാര്യം പല കക്ഷികളും ഇനിയിപ്പോൾ അവിടെ ചെയ്ത് നോക്കുകയാണ്. അതായത് ചുറ്റുപാടും സംഘർഷം ഉണ്ടാക്കി നിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഇത് പുറപ്പെടുവിപ്പിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാനിടയുണ്ട്. നമ്മളിതിൻ്റെ അകത്ത്, നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൽ അങ്ങനെയുള്ളൊരു സംഘർഷം കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റോ മറ്റോ ആണ് ഇപ്പം ഭരിക്കുന്നതെന്ന് തോന്നുന്നു. അതോ കമ്മ്യൂണിസ്റ്റ് അവിയൽ ഗവൺമെന്റ് ആണോ, അങ്ങനെ എന്തോ ഒരു സാധനമാണ് അവിടെ ഭരണത്തിലുള്ളത്. ഇതില് ഒരു സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സഹായം സ്വാഭാവികമായിട്ട് അവർ ഇനിയും തേടും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതല്ല അതിലെ ശരിയായ ഇഷ്യൂ. നമ്മൾ തിരിച്ചു വേണ്ടി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയില് എന്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാമ്പത്തികം മുടക്കി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇളക്കി വിടുന്ന സംരംഭങ്ങൾ വിജയിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ജനാധിപത്യത്തിന്റെ ശക്തിയാണത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമതുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് ഒരു അടിസ്ഥാനപരമായ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ RSS പോലൊരു സംഘടനയുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ അടിസ്ഥാന ബേസിൽ RSSനെ പോലുള്ളൊരു സംഘടനയുണ്ട്. അതുകൊണ്ടാണ്
ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ RSSന്റെ 100ാം വാർഷികം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അവരെ ശ്ലാഘിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. കാരണം ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന എന്തെങ്കിലും കന്നന്തിരിവ് കാണുകയാണെങ്കിൽ അതിനെ എന്താണ് ഗ്രാസ് റൂട്ടിൽ നിന്ന് എതിർക്കാൻ പറ്റുന്ന ഒരു സംഘടന RSS ആണ്. RSS അത് ചെയ്യണം, അത് രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി അവരത് ചെയ്യും എന്നുള്ള സങ്കല്പത്തിലാണ് പ്രധാനമന്ത്രി അവരെ ഒന്ന് പാറ്റ് ചെയ്ത് വിട്ടത്. അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് RSSന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ അദ്ദേഹമായിരുന്നേനെയും RSSന്റെ ചീഫ് എന്നും നമുക്ക് വിചാരിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രകോപനം ഇന്ത്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ സംഘം അതിനെ നേരിടും. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അത് കരുതിയിട്ട് വേണം ഈ പറയുന്ന പ്രതിലോമ ശക്തികൾ ഇത്തരം അഭ്യാസങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ അതാത് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉള്ള സഹായം ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ കാണുന്നത് പോലെ മാധ്യമത്തിനെതിരെയുള്ള ഒരു അറ്റാക്കായിട്ടൊന്നും ഇതിനെ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ബംഗാളിലല്ല, ബംഗ്ലാദേശിൽ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്? പാകിസ്ഥാനിൽ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണുള്ളത്? ചൈനയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമത്തെ പ്രകീർത്തിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സുരക്ഷിതമായിട്ട് പറയാൻ പറ്റും. ഇതിന്റെ എല്ലാവിധ രസങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. 19 യുവാക്കൾ കൊല്ലപ്പെട്ടത് സങ്കടകരമാണ്. അതിൽ നമുക്ക് അവരോട് അനുശോചിക്കണം. ഗവൺമെന്റ് അങ്ങനെ ഒരു നീക്കം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. നേപ്പാളിലെ അറ്റാക്കിൽ അല്ലെങ്കിൽ നേപ്പാൾ ഗവൺമെന്റും യുവാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അന്തരിച്ച യുവാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൽ കാണേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്.